ഹലോ നമസ്കാരം. ഇന്നത്തെ കേക്കിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തത് ലൂസീനയാണ്. നമ്മുടെ ഒലിവ് കലിസ്തേന്ന് ചോക്ലേറ്റ് കേക്കിൽ സ്ട്രോബെറി ടോപ്പിംഗ് ആയിട്ട്. ദീപാ നിഷാന്തിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഫേസ്ബുക്കിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ അവരെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ എഴുതുന്ന അവരുടെ ആ ശൈലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നല്ല, ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഭൂതകാലക്കുളിർ ഉണ്ടല്ലോ, കുന്നോളം ഉണ്ടല്ലോ ഭൂതകാലക്കുളിർ, ആ പുസ്തകം എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടണത് KLF, നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് ആദ്യമായിട്ട് തുടങ്ങിയ വർഷമാണ്. വളരെ റിലേറ്റബിൾ ആയിരുന്നു എനിക്ക് ആ പുസ്തകം. എനിക്ക് തോന്നുന്നത് വായിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മളെ തന്നെ അതിൽ കാണാൻ പറ്റും. കുട്ടിക്കാല ഓർമ്മകളും മറ്റേ ആയിട്ട് എപ്പോഴും രസകരമായിട്ട് എഴുതാൻ ദീപയ്ക്ക് പറ്റാറുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ ഒരു 7-8 വർഷമായിട്ട് ഞാൻ ഒട്ടും തന്നെ പുസ്തകങ്ങൾ അങ്ങനെ പഴയമാതിരി വായിക്കാറില്ല. കാരണം എൻ്റെ തലയ്ക്കകത്ത് മുഴുവനും നമ്മുടെ ബേക്കിംഗ് മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ കുറേ മാറി നടക്കുകയാണ്. സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്താൻ എനിക്ക് പറ്റാറില്ല. അങ്ങനെ കഴിഞ്ഞ സമ്മർ വെക്കേഷൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ DC ബുക്സിൽ പോയിട്ട് കുറേ ബുക്സ് വാങ്ങിച്ചു. ഈ വാങ്ങിക്കണത് സ്ഥിരമായിട്ട് നടക്കണ കാര്യം കേട്ടോ. മോൾക്ക് ബുക്സ് വാങ്ങിക്കാൻ ഇവിടെ ക്രോസ് വേർഡിലൊക്കെ പോകുമ്പോൾ ഞാനും വാങ്ങിച്ച് വെക്കും എന്നല്ലാണ്ട് മോൾ എപ്പോഴും പറയും, ഇത് ഏതെങ്കിലുമൊക്കെ അമ്മ ഒന്ന് മുഴുവൻ വായിച്ച പുസ്തകം ഉണ്ടോയെന്ന്. ഇപ്പം അങ്ങനത്തെ പുസ്തകങ്ങളില്ല. എന്നാലും ഞാൻ മുടക്കാണ്ട് കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് ബുക്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ദീപയുടെ ബുക്ക് കണ്ടപ്പം ഞാനത് വേഗം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. മിനിഞ്ഞാന്നാണ് ഞാൻ എൻ്റെ ഷെൽഫിൽ തപ്പുമ്പം ഈ ബുക്ക് കാണുന്നത്. ഒറ്റമരപ്പെയ്ത്ത്, അതാണ് കേട്ടോ പുസ്തകത്തിൻ്റെ പേര്. അതിൽ 3 അധ്യായങ്ങളെ ഞാൻ വായിച്ചുള്ളൂ. ഈ ഒറ്റമരപ്പെയ്ത്തിൻ്റെ അർത്ഥം എനിക്കറിയില്ലെങ്കിലും ഞാൻ ഈ 3 എണ്ണവും വായിച്ച് തീർക്കുമ്പോഴത്തേക്കും സങ്കടം അങ്ങനെ അണപൊട്ടി ഒഴുകാന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ആക്ട്രസ് ഷക്കീലയെ പറ്റിയാണ്. ദീപ അവരുടെ ആത്മകഥ വായിച്ച ശേഷം അവരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ആത്മകഥയിൽ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതുകയുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ തൊണ്ടയിൽ നിൽക്കുന്നൊരു വേദനയില്ലേ, ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാണല്ലോ നമ്മളിങ്ങനെ നിശബ്ദമായിട്ട് കരയുക. എനിക്ക് എങ്ങനെയത് പറയേണ്ടതെന്ന് അറിയില്ല. ഇത് വായിച്ചവർക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനത്തെ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി അവരുടെ ആത്മകഥ എൻ്റെ കയ്യിൽ കിട്ടിയാലും അത് വായിക്കാനുള്ള ശക്തി എനിക്കില്ല കേട്ടോ. അത്രയും കരുത്തുണ്ടെങ്കിൽ മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയ്ക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അത് വായിക്കാനുള്ള കറേജ് എനിക്കില്ല. ഞാനിത് പറയാൻ കാരണം, ധൈര്യമുള്ളവർ പറ്റുമെങ്കിൽ ആ പുസ്തകം വായിക്കൂ, ഷക്കീലയുടെ ആത്മകഥ, അല്ലെങ്കിൽ ദീപയുടെ ഈ ഒറ്റമരപ്പെയ്ത്തിലെ ആദ്യത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാലും മതി. നല്ല അനുഭവങ്ങൾ നമ്മളെ കുറേ കൂടെ മെച്ചപ്പെട്ടവരാക്കും. ഈ പുസ്തകം അങ്ങനൊരു അനുഭവം തന്നെയായിരിക്കും.